എന്തൊക്കെയാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ വിചാരിക്കും എന്താണ് ശ്രദ്ധിക്കാനുള്ള ഇത്രയൊക്കെ? അങ്ങ് പോവുക, അവർ ചോദിക്കുന്നതിന് ഉത്തരം പറയുക, അങ്ങനെയല്ല. ഇൻ്റർവ്യൂവിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും. സപ്പോസ് നിങ്ങളുടെ ബയോഡാറ്റ വെച്ചുള്ള ചോദ്യം ഉണ്ടാവും. ഈ ബയോഡാറ്റ വെച്ചുള്ള ചോദ്യമാണ് ആദ്യം ഉണ്ടാവുക. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ചു. ഞാൻ അതൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ ആദ്യം പറയുന്നത്, ഇൻ്റർവ്യൂ 10-ാം തീയതി ആണെങ്കിൽ നിങ്ങൾ ഒരു 8-9 തീയതികൾ മുതൽ നിങ്ങൾ അതിനു വേണ്ടി മാനസികമായി തയ്യാറെടുക്കണം. അതിൻ്റെ പ്രിപ്പറേഷൻ നോളജ് വൈസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇൻഹറൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. ടീച്ചറാവാനുള്ള ഒരു ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ടാസ്ക് മാനേജ്മെൻറ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പ്രോബ്ലം സ്റ്റുഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാനുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു കോഓപ്പറേറ്റീവ് കൊളാബറേറ്റീവ് സെറ്റപ്പിൽ വർക്ക് ചെയ്യാനുള്ള ഇത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളൊരു കണ്ടിന്യൂസ് ലേണറായി മാറാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെ നേരത്തെ തന്നെ ഉണ്ടാവേണ്ട കാര്യമാണ്. ഞാനീ പറഞ്ഞ 5 കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നേരത്തെ തന്നെ നിങ്ങൾക്കുണ്ടാവണം. അതായത് ക്ലാസ് റൂം സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് എത്ര ഫ്ലെക്സിബിളായി മാറാൻ നിങ്ങൾക്ക് പറ്റും, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും. അതെങ്ങനെയാണ് ചോദ്യം വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് നിങ്ങളുടെ ക്ലാസ്സിലെ പല സമയത്തും ചില കുട്ടികൾ അനാവശ്യമായ ശബ്ദങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ക്ലാസ് തടസ്സപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തെ നിങ്ങളെങ്ങനെ നേരിടും എന്ന് വെച്ചാൽ, യു വിൽ ഹാവ് ടു ബി ഫ്ലെക്സിബിൾ വൈൽ ഡീലിംഗ് വിത്ത് യുവർ ലേണേഴ്സ്, അല്ലേ? ഇനി നിങ്ങളൊരു പ്രശ്ന സാഹചര്യത്തെ എങ്ങനെ നേരിടും? അതായത് നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി ദിവസേന വൈകി വരികയും പിന്നെ നേരത്തെ പോവുകയും ചെയ്യുന്നു. ഈ പ്രശ്ന സാഹചര്യത്തെ അതിനെ ഒരു കേസാക്കി എടുത്തിട്ട് നിങ്ങൾ അതിനെ എങ്ങനെ നേരിടും? ഓക്കെ. ടീം വർക്ക്, അതായത് അധ്യാപനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിലെ 40 കുട്ടികളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഒറ്റ ടീച്ചറല്ല, 5, 6, 7 ടീച്ചർ ഒരുമിച്ച് ചേർന്നാണ് നിങ്ങളുടെ ക്ലാസ്സിലെ. നിങ്ങൾ ക്ലാസ് ടീച്ചർ 7A ആണെങ്കിൽ 7Aയിൽ നിങ്ങളെ കൂടാതെ പഠിപ്പിക്കുന്ന മറ്റ് 6, 7 ടീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ പ്രൈമറി ഉത്തരവാദിത്വം ക്ലാസ്സിൻ്റെത് നിങ്ങളതായിരിക്കെ കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്ലാസ് എടുത്ത് മാറിപ്പോവുക മാത്രമല്ല, ബാക്കി ക്ലാസ്സുകൾ എടുക്കുന്ന ടീച്ചർമാരുടെ അഭിപ്രായങ്ങളും കേൾക്കുക വേണം. എന്നിട്ട് അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അത് കേൾക്കണം. അതേപോലെ അവർക്കെന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ കേൾക്കുകയും വേണം. സോ ഇവിടെ ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ചും ഇൻഫർമേഷൻ ഷെയറിങ്ങും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇൻഫർമേഷൻ ഷെയറിങ് ഉണ്ടാവണമെങ്കിൽ യു വിൽ ഹാവ് ടു ഹാവ് ദ മെൻറ്റാലിറ്റി ഓഫ് ഷെയറിങ് മെൻറ്റാലിറ്റി വേണം, അല്ലേ? അപ്പോൾ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി വേണം, ഒരു പ്രോബ്ലം സിറ്റുവേഷൻ തരണം ചെയ്യാനുള്ള മെൻറ്റാലിറ്റി വേണം നിങ്ങൾക്ക്, ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചിൽ പഠിപ്പിക്കാനുള്ള ഇത് വേണം. പിന്നെ സ്കൂളിലെ മൊത്തം വിജയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ വിജയം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, എല്ലാ ക്ലാസ്സിൻ്റെയും വിജയം അനുസരിച്ചായിരിക്കുന്നത്. അപ്പോൾ എല്ലാ അധ്യാപകരോടുമുള്ള ഒരു ഒരു സംയോജനം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇങ്ങനെ ഒരു ടീച്ചറായിരിക്കാൻ വേണ്ട ഒരുപാട് ക്വാളിറ്റീസ് അപ്പാർട്ട് ഫ്രം ദിസ് കമ്മ്യൂണിക്കബിലിറ്റി, അല്ലേ? ആശയം നന്നായി സംവേദനം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഒപ്പം ഭാഷാപരമായ കഴിവ് ധാരാളം ഉണ്ടായിരിക്കണം. പഠിപ്പിക്കുന്ന വിഷയം ഏതുമായിക്കോട്ടെ ഭാഷാപരമായ കഴിവ് ഉണ്ടായിരിക്കണം. പിന്നെ ഏത് വിഷയമാണോ പഠിപ്പിക്കുന്നത് ആ വിഷയത്തിൽ അതിൻ്റെ കണ്ടൻറ്റ് നോളജ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഓക്കെ.
അതേപോലെ തന്നെ ഈ കണ്ടൻറ്റുകൾ ഫലപ്രദമായി കുട്ടികളിലേക്ക് എത്തിക്കാൻ, കുട്ടികളുടെ കോഗ്നിറ്റീവ് ഏരിയ, അഫക്റ്റീവ് ഏരിയ, സൈക്കോമോട്ടോർ ഏരിയ, ഇതിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല അധ്യാപന പരിചയവും അധ്യാപന മികവും ഉണ്ടായിരിക്കണം. സോ യു വിൽ ഹാവ് ടു ഹാവ് a more strategical approach in providing learning materials to the students. ഈ ലേണിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലേണിംഗ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റേണ്ടതുണ്ട്. ഏതൊക്കെ പഠന തന്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ പഠന രീതികൾ, നമുക്കറിയാം ഭാഷണ രീതി, ചർച്ചാ രീതി, കഥാകഥന രീതി, പ്രോജക്റ്റ് രീതി, സിമുലേഷൻ മെത്തേഡ്, ഒക്കെ വിവരണം, വർണ്ണനം, ഇങ്ങനെ കുറേ തന്ത്രങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. കെല്ലർ പ്ലാൻ, ഹ്യൂറിസ്റ്റിക് പ്ലാൻ ഒക്കെ നമുക്കറിയാമല്ലോ, വിനദ്ക രീതി, ഇങ്ങനെയൊക്കെയുള്ള കുറേ രീതികളെക്കുറിച്ച് അതൊക്കെ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ്സായിട്ട് പിന്നീട് പറയുന്നുണ്ട്.